നമ്മുടെ രാജ്യം തല ഉയർത്തി അഭിമാനത്തോടുകൂടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കിടിലൻ നീക്കത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. രാജ്യം ഒരു കാര്യത്തെ ലക്ഷ്യമിട്ടാൽ അത് നടത്തിയെടുക്കും വരെ, അല്ലെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കും വരെ അത് തുടരുമെന്നതാണ് ഈ ഒരു വാർത്തയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. വളരെ കാലമായി നമ്മുടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിക്ക് വലിയൊരു വഴിത്തിരിവാണ് സംഭവിക്കുന്നത്. വാർത്ത വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. വളച്ചു കെട്ടുന്നില്ല, നേരെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പോകാം. നമ്മുടെ രാജ്യം ജെറ്റ് എഞ്ചിൻ വികസനത്തിൽ അല്ലെ, കുറേ നാളായിട്ട് നമ്മുടെ രാജ്യം കാവേരി എഞ്ചിൻ പോലുള്ള ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കാനുള്ള വലിയൊരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ രാജ്യമുള്ളത്. ബംഗളൂരു ആസ്ഥാനമായുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നീ സംഘടനകൾ ചേർന്ന് നിർണായകമായ എയറോ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ ഘടകങ്ങൾക്കായി തദ്ദേശീയമായ ഉൽപാദന അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ താല്പര്യ പ്രകടനവും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മുടെ ജെറ്റ് എഞ്ചിൻ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ട ഒരു സൗകര്യം നിർമ്മിച്ചെടുക്കുന്നതിനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യമുള്ളത്. ഉയർന്ന ത്രസ്റ്റോട് കൂടിയ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇതുപോലുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോർത്തിണക്കുന്നത്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ, അതായത് വിദേശ രാജ്യങ്ങളെ ഒന്നും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടുക, സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇനി ഏതൊക്കെ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഈ ഒരു എഞ്ചിൻ വികസന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ നമ്മളൊക്കെ AMCA എന്ന് വിളിക്കുന്ന AMCA ജെറ്റിന് വേണ്ടി ആണ് നമ്മൾ സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഈ എഞ്ചിനുകൾക്ക് 120 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ആണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത് കേട്ടോ. ഈ ഘടകങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലൂടെ വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് വലിയ രീതിയിൽ കുറയ്ക്കാനാകുമെന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രധാന ലക്ഷ്യവും അത് തന്നെയാണ് കേട്ടോ. തിരഞ്ഞെടുത്ത പങ്കാളി, അതിനി ഒരു സ്ഥാപനമായാലും കൺസോർഷ്യമായാലും വലിയ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് അവരുടെ മേൽ ഉണ്ടാവുക. ഈ ഉത്തരവാദിത്തങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ടൂളിംഗ് വികസനം, ചൂടിനെ പ്രതിരോധിക്കാനുള്ള തെർമൽ കോട്ടിങ്ങുകളുടെ വികസനം, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വെൽഡിംഗ് പോലെയുള്ള പ്രക്രിയകൾ, കൂടാതെ 2500-ലധികം വരുന്ന വളരെ സങ്കീർണമായ ഘടകങ്ങളുടെ അസംബ്ലി, അവയുടെ പരിശോധന എന്നിവയൊക്കെയാണ് ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഇതൊക്കെ ഇനി എന്ന് നടക്കാനാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്നുമില്ല. 10 വർഷത്തെ കാലയളവിൽ 18 വികസന എഞ്ചിനുകൾ നിർമ്മിക്കാനും തുടർന്നുള്ള ഉൽപാദന ഘട്ടത്തിൽ 200 എഞ്ചിനുകൾ വരെ വികസിപ്പിച്ചെടുക്കാനുമുള്ള അടിത്തറ പാകാനാണ് ഇപ്പോൾ നമ്മുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് പദ്ധതിയിട്ട് കച്ചകെട്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായമൊക്കെ അഭ്യർത്ഥിച്ച് അവരുടെ പിന്നാലെ പോകാതെ സ്വന്തമായി ഇവിടെ ഇരുന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാനുള്ള വലിയൊരു പദ്ധതി തന്നെയാണിത്. ഈ ഒരു ഘട്ടം ഘട്ടമായുള്ള എഞ്ചിൻ വികസനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദന ശ്രമങ്ങൾ വലിയ രീതിയിൽ തന്നെ പക്വത പ്രാപിക്കുമെന്നതും വലിയൊരു ഗുണവശം തന്നെയാണ്. ടാറ്റ ഗ്രൂപ്പ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ഭാരത് ഫോർജ് പോലെയുള്ള നമ്മുടെ സ്വകാര്യ മേഖലയിലെ വൻകിട കമ്പനികൾക്കൊപ്പം നമ്മുടെ HAL ഒപ്പം ചേർന്നിട്ടുണ്ടെന്നതാണ്. അതായത് ഇവർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്.